പറ്റുന്ന SVEPയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി ചാർജ് ഒഴിഞ്ഞിട്ടുള്ളത്. ആ SVEP വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ സംരംഭകത്വത്തിന് താല്പര്യമുള്ള സ്ത്രീകളെയും അതുപോലെ തന്നെ യുവാക്കളെയും അതുപോലെ തന്നെ പുരുഷന്മാരെയും ഒക്കെ രംഗത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലും അതിൻ്റെ SVEPയുടെ ഫലങ്ങളും അതുപോലെ തന്നെ പുതിയ ഹോം ഷോപ്പ് പോലെയുള്ള കുറേ പദ്ധതികളൊക്കെ പുതിയതായി വന്നിട്ടുണ്ട്. ഡോർ സ്റ്റെപ്പ് മാർക്കറ്റിംഗ് തുടങ്ങി നല്ല സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ കൊടുക്കുന്നതിന് പകരം ആ പണം നമ്മുടെ നാട്ടിൽ തന്നെ കറങ്ങാവുന്ന രൂപത്തിൽ ഇവിടുത്തെ തനത് രൂപത്തിൽ നമ്മൾ സത്യസന്ധമായി ചേരുവകളില്ലാതെ കൃത്രിമമില്ലാതെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക രംഗത്ത് കിട്ടേണ്ടുന്ന പണം ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ അത് പുറത്തേക്ക് പോകാതെ അത് ഇവിടുത്തെ പലചരക്ക് കടയിലും ഇവിടുത്തെ മീൻ മാർക്കറ്റിലും ഇവിടുത്തെ ഇറച്ചിക്കടയിലും ഇവിടുത്തെ തുണി ഷോപ്പിലും ഇവിടുത്തെ തുന്നൽ കടയിലും ഒക്കെ പോകേണ്ടുന്ന പണമാണ്. അതൊക്കെ നമ്മൾ കണ്ണും തിപ്പി ഓരോ ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓൺലൈനിൽ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗത്തെയാണ് ബാധിക്കുന്നത്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ആ സാമ്പത്തിക വ്യവസ്ഥ പ്രാദേശികമായി പുഷ്ടിപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ചുറുചുറുക്കും ഉന്മേഷവും ഒക്കെ കാണാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളെ അരങ്ങെത്തിയിട്ട് നയിക്കുക എന്നുള്ളതാണ്. അതിന് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി ഇറാഡിക്കേഷൻ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നേരത്തെ മുസ്വാക്ക് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുകയും അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സ്ത്രീകൾക്ക് അവരവൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ഹോട്ടൽ കാണുമ്പോൾ അത് കുടുംബശ്രീയുടെ ഹോട്ടലാണെങ്കിൽ അതിനകത്ത് കയറി ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് വിശ്വാസമാണ്. അതുപോലെ കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റ് അത് കാണുമ്പോൾ അവർക്കൊരു ശ്രദ്ധ പോകും. അതിൻ്റെ എംബ്ലവും ആ കുടുംബശ്രീ എന്നുള്ള ബോർഡൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ വിശ്വാസമുണ്ട്. അതിനകത്ത് മായൊന്നും ഉണ്ടാവില്ല, അത് വളരെ ശുദ്ധമായിരിക്കുമെന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ വളരെ സജ്ജ പ്രഗത്ഭയായ ഒരു ലീഡർ തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബശ്രീ രംഗത്ത് സജീവമായ പ്രവർത്തനം നടത്തി നല്ല കാഴ്ചപ്പാടും ദീർഘദൃഷ്ടിയുമുള്ള ഒരാളെ തന്നെയാണ് ആ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രാജേശ്വരി അതിനകത്തുണ്ട്, മാറിയിട്ടില്ലല്ലോ. പഴയ നമ്മുടെ പ്രസിഡന്റാണ്, ചെയർപേഴ്സണാണ്. അപ്പം എല്ലാവരും കൂടി ബാക്കിയുള്ള 24 ആളുകളെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു. ആരും മോശപ്പെട്ട ഒരൊറ്റ എണ്ണം അതിനകത്തില്ല. എല്ലാവരും വളരെ പ്രഗത്ഭരാണ്. അപ്പോൾ നല്ല ഒരു നാളെ നമുക്കുണ്ടാക്കണം. അടുത്ത ഈ 3 വർഷക്കാലത്തെ നിങ്ങളുടെ പ്രവർത്തനം വളരെ നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഭാരത്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും, എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് നാളെ കാത്തിരുന്ന, പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമാണ്. കാഴ്ചപ്പാടോടുകൂടി നിന്നാൽ മാത്രമേ പറ്റൂ. അതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇപ്പോൾ നമുക്ക് കൈവന്നിട്ടുള്ളത്. വർഷത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. അത് നല്ല ഒരു രൂപത്തിൽ കൈകാര്യം ചെയ്യുവാനും അതിൻ്റെ ഗുണം പരമാവധി നമ്മുടെ പഞ്ചായത്തിലെ സ്ത്രീകൾക്കും സമൂഹത്തിനും കിട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഞങ്ങളുടെയൊക്കെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുന്ന സാന്ദർഭികമായി കടപ്പെട്ട് അവസാനിപ്പിക്കുന്നു. സത്യപ്രതിജ്ഞ വേദിയാണ് നമ്മളിവിടെ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു നാളെയുടെ വാതായനങ്ങളാണ് ഇന്നിവിടെ തുറന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഭരണസമിതിയിലെ കുറേ ആളുകളെ, അതുപോലെ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ മെമ്പർമാരായിട്ട് വന്നിട്ടുള്ള ഒരു ഭരണസമിതി ആകുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഭരണം നമുക്ക് കുടുംബശ്രീയിലൂടെ പ്രതീക്ഷിക്കാം. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്തായാലും എല്ലാവർക്കും നല്ല നിലയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നല്ല പദ്ധതികൾ കൊണ്ടുവരാനും ഒരുപാട് കുടുംബങ്ങൾക്ക് വിളക്ക് ആയി പുതിയ പ്രകാശം തുറന്നുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നൊരു
പ്രസ്ഥാനമായിട്ട് കുടുംബശ്രീയെ മാറ്റാൻ നമുക്ക് താഴെക്കോട് പഞ്ചായത്ത് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അറിവും സമാവാത്തും താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഹുസൈൻ സാഹിബ്, പ്രിയപ്പെട്ട ഇന്നിവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ CDS ചെയർപേഴ്സൺ അഫ്സത്ത്, വൈസ് ചെയർപേഴ്സൺ ഹുസൈബ, താഴെക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ദിവ്യ മുത്തേടത്ത് അടക്കമുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഇവിടെ താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ കുടുംബശ്രീ ചെയർപേഴ്സണായി അഫ്സത്തും അതുപോലെ തന്നെ ഹുസൈബയും പ്രിയപ്പെട്ട നമ്മുടെ മെമ്പർമാരുമൊക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ഇവിടെ റഷീദ് മാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ് കുടുംബശ്രീയുടെ അധികാരം എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഞങ്ങളൊക്കെ സത്യത്തിൽ അഫ്സത്തിനെ പരാമർശിക്കാറ് പുലിക്കുട്ടി എന്നാണ് ഞങ്ങളൊക്കെ പരാമർശിക്കാറുള്ളത്. ആ ഒരു പുലിക്കുട്ടിയുടെ കയ്യിൽ തന്നെയാണ് കുടുംബശ്രീയുടെ ഭരണം എത്തിയിട്ടുള്ളത്. വളരെ നല്ല നിലയിൽ നമുക്ക് പുതിയ പ്രൊജക്റ്റുകൾ കൊടുന്ന് വാർഡുകളിലൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ പദ്ധതികളും ഒക്കെ കൊടുന്ന് നമ്മുടെ ഈ കുടുംബശ്രീയെ വളരെ നല്ല നിലയിൽ താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയും അതുപോലെ തന്നെ കുടുംബശ്രീയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ രൂപത്തിലുള്ള ഒരു പദ്ധതികളൊക്കെ കൊടുത്ത് ഇതിനെ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്കിത് നല്ലൊരു പ്രൊജക്റ്റുകൾ കൊടുത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് കഴിയട്ടെ പുതിയ ഭരണസമിതിക്ക് എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിക്കും. താഴെക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ സാഹിബ്, RO HI AS, ഇപ്പോൾ ഇവിടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഹഫ്സത്ത്, ഹുസൈബ, വൈസ് പ്രസിഡന്റ് ദിവ്യ മുത്തേടം, കൂടുതലും സംസാരിക്കുന്നില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞ മാതിരി നല്ല കാര്യങ്ങളിലാണ് നമ്മൾ ഇവിടെ കുടുംബശ്രീ ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സേവനം ചെയ്ത് നല്ല രീതിയിൽ നാളെ വനിതകളുടെ കരുത്തായി മാറാൻ ഈ കുടുംബശ്രീക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു. സത്യത്തിൽ എൻ്റെ ഒരു പിടിമലിയാണ്. നമുക്ക് ഒരു HI ഇല്ലാത്ത അവസ്ഥ, ഒരു JHI ഇല്ലാത്ത അവസ്ഥ, ഒരു JHIയുടെ ഏരിയ ആണെങ്കിൽ വെറ്റേണിറ്റി ഗർഭിണിയായിട്ടും പ്രസവാവധിയിലാണ്. അപ്പോൾ സത്യത്തിൽ അവിടെ നോക്കണോ ഇവിടെ നോക്കണോ എന്നുള്ള ഒന്നും അറിയാത്തൊരു സാഹചര്യം. നമുക്കിപ്പോൾ അറിയാമല്ലോ, ശരിക്കും മഞ്ഞപ്പിത്തവും കാര്യങ്ങളൊക്കെ ഉള്ള അവസ്ഥ, എല്ലാ സമയങ്ങളും റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും കൃത്യമായിട്ട് ഓൺലൈനിൽ കൊടുക്കേണ്ട അവസ്ഥ. ആ സാഹചര്യത്തിലൊക്കെ നമ്മളെ സഹായിച്ചത് നമ്മുടെ കൂടെയുള്ള JPHമാരാണ്. അപ്പോൾ അവരോട് എന്തെങ്കിലും കൃത്യം തരാത്ത നന്ദി ഉണ്ടെന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. എന്തായാലും സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവമായുള്ള തെരഞ്ഞെടുപ്പ് ADS ആണെങ്കിലും CDS തെരഞ്ഞെടുപ്പാണെങ്കിലും നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. എന്തായാലും പുതുതായി എല്ലാവിധ ആശംസകളും നേരെയാണ്. മുമ്പ് ഉണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളും എല്ലാ പുതിയ പഴയ ആളെന്നെ അതിനകത്ത് ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. എന്തായാലും ഈ പരിപാടിക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നിന്നോടാണ് തോന്നിക്കാൻ പറഞ്ഞത്.